പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് കെ സുധാകരൻ എം പി. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അകത്തുപോയെങ്കിൽ പിണറായി വിജയനും ജയിലിൽ കിടക്കേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. സമരാഗ്നി വേദിയിലായിരുന്നു വിമർശനം. അതേസമയം എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച സമരാഗ്നി പ്രക്ഷോഭയാത്ര രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 9 തുടങ്ങിയ സമരാഗ്നി പ്രക്ഷോഭയാത്ര 10 ദിവസം പിന്നിട്ടാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചത്. ആലുവയിൽ നടന്ന പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ കാണുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. 10 വർഷക്കാലമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ഈ ഭരണം ജനനന്മയല്ല ലക്ഷ്യം വെച്ചത്, വർഗീയത ആളിക്കത്തിക്കുകയാണ്. സമരം നയിക്കുന്ന വി ഡി സതീശനും കെ സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു. വിജയന്റെ സെക്രട്ടറിയാണ് ശിവശങ്കരൻ. ശിവശങ്കരൻ ജയിലിൽ പോകുമ്പോൾ പിണറായി വിജയൻ ജയിലിൽ പോകണ്ടേ? പക്ഷേ അത് CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി പിണറായി വിജയനും മോഡിയും തമ്മിലുള്ള ധാരണയുടെ പുറത്ത് പിണറായി വിജയൻ അകത്തോട്ട് പോകാൻ BJP ഗവൺമെന്റ് കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കിയില്ല. മറൈൻ ഡ്രൈവിൽ നടന്ന പൊതുസമ്മേളനം തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്ക ഉദ്ഘാടനം ചെയ്തു. കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി KJ ജോർജ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നാളെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി കെ സുധാകരനും വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വൈകിട്ട് മൂവാറ്റുപുഴയിൽ ജില്ലയിലെ അവസാന പൊതുസമ്മേളനം നടക്കും. അമൃത ന്യൂസ്, കൊച്ചി.